വാർത്തകൾ തുടരുന്നു. കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രോത്സവം വ്യാഴാഴ്ച ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പകൽപൂരത്തിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആനയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച പൂരം പുറപ്പാട് ക്ഷേത്രസന്നിധിയിൽ സംഗമിച്ചാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഗണപതി ഹവനം, ഉഷപൂജ, ദേവിക്ക് പട്ടും താലിയും സമർപ്പണം, പ്രഭാത ശീവേലി, നടക്കൽ പറയെടുപ്പ്, നവകം, പഞ്ചഗവ്യം, അഭിഷേകം, ഉച്ചപൂജ എന്നിവയും വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, വർണ്ണമഴ, അത്താഴപൂജ, തായമ്പക എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി PV സന്തോഷ്, ക്ഷേത്രം മേൽശാന്തി പ്രമോദ് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ദേവിക്ക് പട്ടും താലിയും ചാർത്തി. ചാച്ചാമരം ബീച്ചിൽ നിന്നും ആരംഭിച്ച പട്ടും താലിയും സമർപ്പണ യാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു. തുടർന്ന് സിനിമാ താരം നന്ദകിഷോർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ചയാണ് ക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവം. മതിലകം പറപറമ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി നവഗ്രഹ ക്ഷേത്രത്തിലെ മകരപ്പത്ത് മഹോത്സവം വ്യാഴാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ മുതൽ ശീവേലി, മധ്യാഹ്ന പൂജ, വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തും പാട്ടും, തുടർന്ന് കാഴ്ച ശീവേലി എന്നിവ നടന്നു. ഇതിനുശേഷം ദീപാരാധന, നടക്കൽ പറയെടുപ്പ്, അത്താഴപൂജ, പൊങ്കാല, പ്രസാദ ഓട്ട്, ഗാനസുധ എന്നിവയുമുണ്ടായി. പെരിഞ്ഞനം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 25-ന് സൗജന്യ നേത്ര ചികിത്സ, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2014 ഫെബ്രുവരി 2 പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പരിശോധകരായിട്ടുള്ള ഒരു സൗജന്യ ക്യാൻസർ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ തുടങ്ങുന്ന ക്യാമ്പ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 150 പേർക്കാണ് പേരാണ് പരിശോധിക്കുന്നത്.
രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കൂളിമുട്ടം എമ്മാട് UP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയിലെ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ നിർവഹിക്കും. ഫെബ്രുവരി 2-ന് സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 150 പേർക്കാണ് പരിശോധന നടത്തുക. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ KK ഗോപിനാഥൻ, PK ജോൺസൺ, VK ഷൺമുഖൻ, KK ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. സർവശിക്ഷ അഭിയാൻ മതിലകം ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ LP വിഭാഗം വിദ്യാർത്ഥികൾക്കായി പരീക്ഷണ കളരി സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പരിപാടി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീജിത്ത് ബാലസഭാ പ്രവർത്തനത്തിലൂടെയൊക്കെയാണ് പൊതുരംഗത്തേക്ക് വന്നത്. ഇപ്പൊ നേരത്തെ മാഷ് പറഞ്ഞത് തീർത്തും ശരിയായ കാര്യങ്ങളാണ്. പല വേദികളിലും നമ്മുടെ പെരിഞ്ഞനം മാത്രമല്ല, ജില്ല മാത്രമല്ല, സംസ്ഥാനം മൊത്തം അറിയുന്ന ഒരു വ്യക്തിയായിട്ട് ശ്രീജിത്ത് മാറിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അവനുള്ള കഴിവുകൾ അപ്പോൾ അത് പ്രകടിപ്പിക്കാനും അതിന് കൂടുതൽ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ അന്വേഷിച്ചു പോകാനുള്ള അവരുടെ ഒരു വാശിയും കൂടിയാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കണം. കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ഗീതാലക്ഷ്മി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. പ്രധാനാധ്യാപിക VS ദീപ, CA രഞ്ജിത്ത്, ഷൈമ എന്നിവർ പങ്കെടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആധുനിക യന്ത്രം ഉപയോഗിച്ച് തെങ്ങുകയറ്റ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 28 പേർക്കാണ് പരിശീലനം നൽകിയത്. പരിശീലനം നേടിയ കർഷകർക്ക് യന്ത്രം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനീത മോഹൻദാസ്, സായിദ മുത്തുക്കോയത്തങ്ങൾ, CP ഉല്ലാസ്, ഷൈലജ പ്രദീപ്, പെരിഞ്ഞനം കൃഷി ഓഫീസർ ജ്യോതി P ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. ചന്ദ്രാപിന്നി SN വിദ്യാഭവനിൽ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും സംയുക്തമായി കൃഷിയിറക്കിയ പച്ചക്കറിത്തോട്ടത്തിലെ വിളവെടുപ്പ് എടത്തിരുത്തി കൃഷി ഓഫീസർ മുഹമ്മദ് ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. 10 ഗ്രാം ലിക്വിഡ് ഫോമിലും കിട്ടും, ടെസ്റ്റ് ഫോമിലും കിട്ടും. അപ്പോൾ ലിക്വിഡ് ഫോമിൽ കിട്ടുകയാണെങ്കിൽ അത് 10 മില്ലി, അല്ലെങ്കിൽ ടെസ്റ്റ് ഫോമിലാണെങ്കിൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ കലക്കുക. ആ ഒരു ഇതിൽ കലക്കിയിട്ട് നമ്മളത് ഊറാൻ 10 ഗ്രാം ഓർ 10 ml per 1 ലിറ്റർ വാട്ടർ. അപ്പോൾ അത് നമ്മളത് സെഡിമെന്റ് ചെയ്യാൻ വെക്കണം. ശരിക്കും അത് സെഡിമെന്റ് ചെയ്ത് പിന്നെ അത് ഊറാൻ വെച്ചതിന് ശേഷം ആ തെളി മാത്രം ഒഴിച്ചു കൊടുക്കും. സ്കൂൾ പ്രിൻസിപ്പൽ EK സുഷമ, വൈസ് പ്രിൻസിപ്പൽ യാമിനി ദിലീപ് എന്നിവരും അധ്യാപകരും വിദ്യാർത്ഥികളും വിളവെടുപ്പിന് നേതൃത്വം നൽകി. ജൈവ കൃഷി രീതിയിലൂടെ തക്കാളി, കോളിഫ്ലവർ, കാബേജ്, പച്ചമുളക്, വഴുതന, ചുരയ്ക്ക, പയർ എന്നിവയാണ് കൃഷി ചെയ്തത്. കൃഷി വകുപ്പിന്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി നൽകിയ പച്ചക്കറി വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ്. പെരിഞ്ഞനം പൊന്മാനിക്കുടം ഉറൂസ് മുബാറക്കിന് കൊടിയേറി. ഉത്സവപ്രേമികളെ ഹരം കൊള്ളിച്ച് കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രോത്സവം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.